അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞങ്ങൾ സിദ്ദീഖ് കൊണ്ടൂരാണ്. ഇന്ന് ഒരു ഗ്ലാസ് അരി കൊണ്ട് ഒരു തേങ്ങാച്ചോറാണ്. അറിയാത്തവർക്ക് പഠിക്കും ചെയ്യാം, അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും, അവർക്ക് പഠിക്കും ചെയ്യാം. അത് ശരിക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അതിലോട്ട് ഒരു സ്പൂണ് ഉലുവട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പൂണ് ഉലുവ എപ്പോഴും എൻ്റെ റൂമിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉലുവ നല്ലതാണ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതിനൊക്കെ നല്ലതാണ്. ഞാൻ പല കറികൾക്കും ഉലുവ ഉപയോഗിക്കും. കാരണം എനിക്ക് ഷുഗർ 93, 92 ഈ നിലയിലാണ്. അതുപോലെ പ്രഷറും കൊളസ്ട്രോളും ഇതൊക്കെ നോർമലാക്കിയെടുക്കുക ഈ ഉലുവ ഉപയോഗിച്ചാൽ. പിന്നെ അതിലോട്ട് എടുത്തിട്ടുള്ളത് തേങ്ങ ഇല്ല, അതുകൊണ്ട് തേങ്ങാ പീലിയാണ് ഇട്ടിട്ടുള്ളത്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 200 തൂക്കം കുഞ്ഞുള്ളി തൊലി കളഞ്ഞത് അതിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളം ഏത് ഗ്ലാസ്സിനാ അരി എടുത്തിട്ടുള്ളത് അതിന് 3 ഗ്ലാസ് വെള്ളം. മട്ടരിയാണെങ്കിൽ 4 ഗ്ലാസ്, അത് കുറച്ച് വേവ് കൂടുതലുള്ളതാണ്. എന്നിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഗ്യാസ് വെച്ചൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് തീ കത്തിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉലുവ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ച് രാവിലെ കുടിച്ചാലും മതി കേട്ടോ. ഈ ഷുഗറും പ്രഷറും ഉള്ളവരൊക്കെ നല്ലതാണ്. ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ വെള്ളം വറ്റുന്നതാണ് ഇതിൻ്റെ വേവ്. ഇനി എന്താ കേട്ടോ, ഒരു 2 മിനിറ്റ് നമുക്ക് ഇതെന്ത് ചെയ്യുക, തുറന്ന് വെച്ചൊന്ന് വേവിക്കും. അത് ശരിക്കൊന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സായിട്ട്, എന്നിട്ട് ആ 2 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് അവിടെ ഇടുക. ശരിക്ക് കട്ട പിടിക്കാതെ നിങ്ങൾക്ക് ഒരു തേങ്ങാച്ചോറ് കിട്ടും. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇളക്കി മിക്സാക്കിയിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതുപോലെ വെക്കുക.